നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ കടം കുതിക്കുന്നു. ബജറ്റ് ലക്ഷ്യത്തിന്റെ 60% കടന്ന് ധനക്കമ്മി. ലോകം സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോൾ ഇന്ത്യ ഗ്ലോബൽ പവർ ഹൗസായി മാറുമെന്ന് പ്രവചനം. 20 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണികളിൽ ഒന്നായി ഇന്ത്യ മാറുമെന്ന് DY. വെള്ളിവിലെ ചൈനീസ് പ്രഹരം. നിക്ഷേപകരെ ആശങ്കയിലാക്കി ഷാങ്ഹായ് വിപണിയും പാശ്ചാത്യ വിപണികളും തമ്മിലുള്ള വിലയിൽ വൻ വിടവ്. കേന്ദ്ര സർക്കാരിന്റെ ആശ്വാസ നടപടിക്ക് പിന്നാലെ 5836 കോടിയുടെ മെഗാ സെറ്റിൽമെന്റ് നടത്തി വോഡഫോൺ ഐഡിയ. വോഡഫോൺ ഗ്രൂപ്പുമായുള്ള കരാർ പുനർനിശ്ചയിച്ചു. ബാങ്ക് ഇടപാടുകളിൽ സുപ്രധാന മാറ്റവുമായി ഒമാൻ. പ്രാദേശിക ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസ്ഫറുകൾക്ക് ഫീസ് ഒഴിവാക്കി. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് സമ്മിശ്രമായി ക്ലോസ് ചെയ്തു. സെൻസെക്സ് 32 പോയിന്റ് താഴ്ന്ന് 85,188 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 16 പോയിന്റ് ഉയർന്ന് 26,146 ക്ലോസ് ചെയ്തു. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ജാസ്മിൻ ജമാൽ ചേരുന്നുണ്ട്. ജാസ്മിൻ, ഏതൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ സ്വാധീനിച്ചത്? ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയവും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് നിഫ്റ്റി അടക്കമുള്ള പ്രധാനപ്പെട്ട സൂചികകൾ തന്നിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ക്ലോസിംഗ് ബേസിസിലേക്ക് വരുന്ന സമയത്ത് ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള രീതിയിൽ മാർക്കറ്റ് ഇന്ന് ക്ലോസിംഗ് എടുത്തിരിക്കുന്നു. അപ്പോഴും 26,100 എന്നുള്ള ഒരു ലെവല് കൃത്യമായിട്ട് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 26,000 മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഒരല്പമെങ്കിലും പ്രതീക്ഷയ്ക്ക് ഇട നൽകുന്ന കാര്യമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മൂവ്മെന്റിന് സമാനമായിക്കൊണ്ട് ഒരു പുതുവർഷത്തിൽ വലിയ മൂവ്മെന്റ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ്, ഒരു പോസിറ്റീവ് രീതിയിൽ മാർക്കറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു എങ്കിൽ പോലും കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ്സ് തന്നെയായിരുന്നു നമുക്ക് ത്രൂ ഔട്ട് ഇന്നത്തെ ഒരു ദിവസത്തിൽ കാണാൻ സാധിച്ചത്. അഗെയിൻ കമ്മിങ് ബാക്ക് ടു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നിഫ്റ്റി അപേക്ഷിച്ച് ഒരു അല്പം കൂടി പോസിറ്റിവിറ്റി ഉണ്ട്. 59,743 ആയിരുന്നു ഇന്നത്തെ ഒരു ഡേ ഹൈ ആയിട്ട്, റെക്കോർഡ് ഹൈ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ആ ലെവലിന് സമാനമായിക്കൊണ്ട് തന്നെ 59,700 എന്നുള്ളൊരു നില കൈവിടാതെ തന്നെ ക്ലോസിംഗ് എടുക്കാനായിട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് സാധിച്ചിരിക്കുന്നു. ഓൾമോസ്റ്റ് 0.5% കൂടുതലുള്ള ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റു പ്രധാനപ്പെട്ട സൂചികകളിൽ ഇന്ന് ഏറ്റവും അധികം ഫോക്കസിൽ ഉണ്ടായിരുന്നത് ഓട്ടോ സൂചിക തന്നെയാണ്. ഡിസംബർ മാസത്തിലെ മന്ത്ലി സെയിൽസ് ഡേറ്റകൾ റിപ്പോർട്ട് ചെയ്യുന്ന പല കമ്പനികളുടെയും സ്റ്റോക്കിൽ അതിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്ന ഒരു ക്വാർട്ടർലി റിസൾട്ടുകൾ, ഭേദപ്പെട്ട നമ്പേഴ്സ് കമ്പനികൾക്ക് ഇത്തവണ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് സൂചിക 1% കൂടുതലുള്ള ഒരു വലിയ മുന്നേറ്റം രേഖപ്പെടുത്താനുള്ള കാരണം. ഓട്ടോ ഇൻഡെക്സിന് കീഴിലുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ തന്നെയാണ് ഇന്നത്തെ ഒരു ടോപ്പ് ഗെയിനർ പട്ടികയിലേക്ക് വരുന്നത്. ഓഹരി വിപണി ഇന്ന് സമ്മിശ്രമായിട്ടാണ് ക്ലോസ് ചെയ്തത്. ജാസ്മിൻ ജമാലാണ് വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്. രാജ്യത്തിൻ്റെ കടം കുതിക്കുന്നു. ബജറ്റ് ലക്ഷ്യത്തിൻ്റെ 60% കടന്ന് ധനക്കമ്മി. സർക്കാർ ഈ വർഷം കടമെടുക്കാൻ തീരുമാനിച്ച തുകയുടെ പകുതിയിലധികം വെറും 8 മാസം കൊണ്ട് ചിലവഴിച്ചു കഴിഞ്ഞുവെന്ന് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നവംബർ അവസാനം വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ധനക്കമ്മി 9.76 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 52.5% മാത്രമായിരുന്നു. സർക്കാരിന്റെ മൊത്തം ചിലവും വരുമാനവും തമ്മിലുള്ള അന്തരത്തെയാണ് ധനക്കമ്മി എന്ന് വിളിക്കുന്നത്. ഈ വർഷം GDPയുടെ 4.4% ധനക്കമ്മി പിടിച്ചു നിർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതായത് ഏകദേശം 15.69 ലക്ഷം കോടി രൂപയാണ്. നവംബർ വരെ സർക്കാർ ചിലവാക്കിയത് 29.26 ലക്ഷം കോടി രൂപയാണ്. ഇതിൽ വലിയൊരു ഭാഗം പലിശയടവിനും സബ്സിഡികൾക്കും വേണ്ടിയാണ് വിനിയോഗിച്ചത്. പലിശ ഇനത്തിൽ മാത്രം 7.45 ലക്ഷം കോടി രൂപ ചിലവായി. എന്നാൽ മറുവശത്ത് നികുതി വരുമാനത്തിൽ ഏകദേശം 1.5 ലക്ഷം കോടി രൂപയുടെ കുറവുണ്ടാകുമെന്ന് ICRI മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 9.36 ലക്ഷം കോടി രൂപയാണ് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നികുതി വിഹിതമായി നൽകിയത്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ 1.24 ലക്ഷം കോടി രൂപ കൂടുതലാണ്. കൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി സർക്കാർ വലിയ തുക മാറ്റിവെച്ചതും കമ്മി വർദ്ധിക്കാൻ കാരണമായി.
എന്നാൽ നികുതി ഇതര വരുമാനത്തിലുണ്ടാകുന്ന വർധനവ് ഈ കമ്പി നികത്താൻ സഹായിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ലോകം സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോൾ ഇന്ത്യ ഗ്ലോബൽ പവർ ഹൗസായി മാറുമെന്ന് പ്രവചനം. 20 വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണികളിൽ ഒന്നായി ഇന്ത്യ മാറുമെന്നും EY. പണ്ട് കുറഞ്ഞ ചെലവിൽ ജോലി ചെയ്തു കൊടുക്കുന്ന രാജ്യം എന്ന നിലയിലായിരുന്നു ഇന്ത്യ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് അഡ്വാൻസ്ഡ് ഡിജിറ്റൽ എഞ്ചിനീയറിംഗ്, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ഹൈ വാല്യൂ കൺസൾട്ടിംഗ് എന്നിവയിൽ ഇന്ത്യ ലോക നേതാവാണ്. ഇതിന് കരുത്തു പകരുന്നത് നമ്മുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആണെന്നും EY റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ലോകം അത്ഭുതത്തോടെ നോക്കുന്ന UPIയും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ബിസിനസ് ചെയ്യാനുള്ള ചെലവ് കുറയ്ക്കുകയും സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതേസമയം സാമ്പത്തിക വളർച്ച നിലനിർത്താൻ രാജ്യം നേരിടുന്ന പ്രധാന വെല്ലുവിളി ക്രെഡിറ്റ് ഗ്യാപ്പ് അഥവാ വായ്പാ ലഭ്യതയിലെ കുറവാണ്. കോർപ്പറേറ്റ് ബോണ്ട് മാർക്കറ്റ് ശക്തിപ്പെടുത്തുന്നതിലൂടെയും വ്യക്തിഗത വായ്പകൾ സുഗമമാക്കുന്നതിലൂടെയും ഉപഭോഗം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നും റിപ്പോർട്ട് അടിവരയിടുന്നു. ഇത് മാനുഫാക്ചറിംഗ് മേഖലയിലേക്ക് വൻതോതിൽ മൂലധനം എത്തിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. പുതിയ തലമുറ സംരംഭകരുടെ കുതിച്ചുചാട്ടം ഇതിന് വലിയൊരു ഇന്ധനമാകും. 2047 പ്രതിശീർഷ വരുമാനത്തിൽ 6 ഇരട്ടി വർധനവാണ് പ്രവചിക്കുന്നത്. വരുമാനം വർദ്ധിക്കുന്നതോടെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണികളിൽ ഒന്നായി മാറും. ഇത് ഓഹരി വിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ഊഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ വിപണിയിൽ വരാനിരിക്കുന്നത് വൻ റാലിയാണ്. ഇന്ത്യയുടെ ലോജിസ്റ്റിക് ചെലവ് GDPയുടെ 14 മുതൽ 18%. 2030 ഇത് ആഗോള നിലവാരമായ 8% എത്തിക്കുകയാണ് ലക്ഷ്യം. ഇത് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ കാര്യക്ഷമത നൽകും. ഹൈ വാല്യൂ മാനുഫാക്ചറിംഗ് ഹബ്ബായി മാറുന്നതോടെ ചൈനയ്ക്ക് പകരമുള്ള ഏക വിശ്വസ്ത ശക്തിയായി ഇന്ത്യ മാറുമെന്നും EY റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. നയപരമായ കൃത്യതയും സ്ഥിരതയും ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്വപ്നം യാഥാർത്ഥ്യമാകൂ എന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വെള്ളി വിലയിൽ ചൈനീസ് പ്രഹരം. നിക്ഷേപകരെ ആശങ്കയിലാക്കി ഷാങ്ഹായ് വിപണിയും പാശ്ചാത്യ വിപണികളും തമ്മിലുള്ള വിലയിലെ വൻ വിടവ്. ഒരു വശത്ത് ഷാങ്ഹായ് സിൽവർ പ്രൈസ് കുതിക്കുമ്പോൾ മറുവശത്ത് ആഗോള വിപണിയിൽ ചാഞ്ചാട്ടം. ഇത് വെറുമൊരു വിലമാറ്റമല്ല, വെള്ളി വിപണിയുടെ തലവര മാറ്റാൻ പോകുന്ന വലിയൊരു അഴിച്ചുപണിയാണെന്ന മുന്നറിയിപ്പാണ് SS വെൽത്ത് സ്ട്രീറ്റിലെ സുഗന്ധ സച്ചിദേവ് പറയുന്നത്. ക്രിസ്മസ് അവധിക്കുശേഷം പാശ്ചാത്യ വിപണികളായ കോമെക്സും LBMയും നിശ്ചലമായിരുന്നപ്പോൾ ഏഷ്യൻ വിപണിയിൽ വെള്ളി സജീവമായിരുന്നു. ഇതിന്റെ ഫലമായി ഷാങ്ഹായ് വിപണിയിൽ ഫിസിക്കൽ സിൽവർ വില ഔൺസിന് $82 എന്നാൽ കോമെക്സിൽ വില വളരെ താഴെയാണ്. ഈ വലിയ ബന്ധമില്ലായ്മ നിക്ഷേപകർക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2026 ജനുവരി 1 മുതൽ ചൈന നടപ്പിലാക്കിയ കർശനമായ വെള്ളി കയറ്റുമതി നിയന്ത്രണങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന കാരണം. ലോകത്തിലെ വെള്ളി സംസ്കരണത്തിന്റെ 60 മുതൽ 70% വരെ നിയന്ത്രിക്കുന്ന ചൈന ഇപ്പോൾ വൻകിട കമ്പനികൾക്ക് മാത്രമായി ലൈസൻസ് പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ആഗോള വിപണിയിൽ വെള്ളിയുടെ ലഭ്യത കുറയ്ക്കുകയും വിലയിൽ വലിയ ചാഞ്ചാട്ടമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങളില്ലാത്ത സമയത്ത് രൂപയുടെ മൂല്യത്തിലുള്ള മാറ്റങ്ങളാണ് വെള്ളി വിലയെ നിയന്ത്രിക്കുന്നത്. ഡോളറിനെതിരെ രൂപ ദുർബലമായാൽ ആഭ്യന്തര വിപണിയിൽ വെള്ളി ഇനിയും വില കൂടാൻ സാധ്യതയുണ്ടെന്ന് എൻറിച്ച് മണിയിലെ പൊന്മുടി ആർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര സർക്കാരിന്റെ ആശ്വാസ നടപടിക്ക് പിന്നാലെ 5836 കോടിയുടെ മെഗാ സെറ്റിൽമെന്റ് നടത്തി വോഡഫോൺ ഐഡിയ. വോഡഫോണും ഐഡിയയും വോഡഫോൺ ഗ്രൂപ്പും തമ്മിലുള്ള കരാർ പുനർനിശ്ചയിച്ചു. പുതിയ കരാർ പ്രകാരം ആദ്യഘട്ടമായി 2307 കോടി രൂപ അടുത്ത 12 മാസത്തിനുള്ളിൽ വോഡഫോൺ ഗ്രൂപ്പ് പ്രൊമോട്ടർ VIക്ക് കൈമാറും. കമ്പനിയുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇതൊരു വലിയ ആശ്വാസമാണ്. 2017 വോഡഫോൺ ഇന്ത്യയും ഐഡിയ സെല്ലുലാറും ലയിച്ച സമയത്തുണ്ടാക്കിയ കോണ്ടിജന്റ് ലയബിലിറ്റി അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസമാണ് ഇതിന്റെ അടിസ്ഥാനം. ലയനത്തിനു മുൻപുള്ള നിയമപരമായ പ്രശ്നങ്ങൾ, നികുതി ബാധ്യതകൾ എന്നിവ പരിഹരിക്കുന്നതിനായി ഉണ്ടാക്കിയ ഈ കരാർ ഇപ്പോൾ പുതുക്കിയിരിക്കുകയാണ്. കൂടാതെ വോഡഫോൺ ഐഡിയയിലെ 328 കോടി ഓഹരികൾ കമ്പനിയുടെ ക്ഷേമത്തിനായി മാറ്റിവെക്കാനും വോഡഫോൺ ഗ്രൂപ്പ് തീരുമാനിച്ചു. ഇതിനിടെ AGR കുടിശ്ശിക അടയ്ക്കുന്നതിൽ കേന്ദ്ര മന്ത്രിസഭ 5 വർഷത്തെ മൊറട്ടോറിയം അനുവദിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തയും നിക്ഷേപകർക്കിടയിൽ ആവേശമുണ്ടാക്കി. ഇത് യാഥാർത്ഥ്യമായാൽ കമ്പനിയുടെ പണലഭ്യത വലിയ രീതിയിൽ മെച്ചപ്പെടും. അതേസമയം ബ്രോക്കറേജ് സ്ഥാപനമായ MK റിസർച്ച് ഓഹരിയിൽ വൻ ഇടിവ് പ്രവചിക്കുന്നു. ഇപ്പോൾ നിൽക്കുന്ന വിലയിൽ നിന്നും 44% താഴേക്ക് ഓഹരി കൂപ്പുകുത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഓഹരിക്ക് നൽകിയിരിക്കുന്ന സെൽ റേറ്റിംഗ് ആണ്. ലക്ഷ്യവിലയാകട്ടെ വെറും 6 രൂപയും. ഇതിന് ഇവർ പറയുന്ന പ്രധാന കാരണം കമ്പനിയുടെ ഭീമമായ കടബാധ്യതയാണ്.
സർക്കാരിന്റെ ഇളവ് പാക്കേജുകൾ ലഭിച്ചിട്ടും കമ്പനിയുടെ സാമ്പത്തിക നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു. സ്പെക്ട്രം കുടിശ്ശികയും AGR ബാധ്യതകളും ചേർത്താൽ കമ്പനിയുടെ ലീവറേജ് അഥവാ കടം താങ്ങാവുന്നതിലും അപ്പുറമാണെന്നാണ് വിലയിരുത്തൽ. പ്രവർത്തന ലാഭമായ EBITDA പരിശോധിച്ചാൽ കടബാധ്യത വീട്ടാൻ ഒട്ടും പര്യാപ്തമല്ലെന്ന് കാണാം. സർക്കാരിന്റെ സഹായം കമ്പനിയെ പാപ്പരത്വത്തിൽ നിന്ന് താൽക്കാലികമായി രക്ഷിച്ചേക്കാം. എന്നാൽ ഒരു സ്ട്രക്ചറലി സ്ട്രോങ് കമ്പനിയായി മാറാൻ ഇനിയും വലിയ മാറ്റങ്ങൾ അനിവാര്യമാണ്. നിലവിലെ ഓഹരി വില അതിന്റെ യഥാർത്ഥ മൂല്യത്തെക്കാൾ വളരെ കൂടുതലാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫെബ്രുവരി മുതൽ പാൻ മസാലയ്ക്ക് സെസ് ഏർപ്പെടുത്തുന്നു. സിഗരറ്റിനും പുകയില ഉൽപ്പന്നങ്ങൾക്കും അധിക എക്സൈസ് തീരുവയും ചുമത്തും. സിഗരറ്റ്, പാൻ മസാല, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വില കൂടും. ആരോഗ്യ സുരക്ഷ, ദേശീയ സുരക്ഷാ സെസ് നിയമവും കേന്ദ്ര എക്സൈസ് നിയമവും ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കുന്നതായി ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. സിഗരറ്റുകൾ, പാൻ മസാല, മറ്റ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ GST നിലനിർത്തുക എന്നതാണ് ഈ രണ്ട് നിയമങ്ങളുടെയും ലക്ഷ്യം. ആരോഗ്യ സുരക്ഷാ നിയമം അനുസരിച്ചാണ് പാൻ മസാലയ്ക്ക് സെസ് ചുമത്തുന്നത്. അതേസമയം കേന്ദ്ര എക്സൈസ് നിയമം സിഗരറ്റുകൾക്കും വിവിധ പുകയില ഉൽപ്പന്നങ്ങൾക്കും അധിക ലെവി ചുമത്താൻ നിർദ്ദേശിക്കുന്നു. നിലവിൽ ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം നഷ്ടപരിഹാര സെസ്സിനൊപ്പം 28% GSTയും ബാധകമാണ്. 2017 ജൂലൈ 1 GST നിലവിൽ വന്ന സമയത്ത് GST നടപ്പിലാക്കിയത് മൂലം സംസ്ഥാനങ്ങൾക്കുണ്ടായ വരുമാന നഷ്ടം നികത്തുന്നതായി 2022 ജൂൺ 30 വരെ 5 വർഷത്തേക്ക് ഒരു നഷ്ടപരിഹാര സെസ് സംവിധാനം നിലവിൽ വന്നു. നഷ്ടപരിഹാര സെസ് പിന്നീട് 2026 മാർച്ച് 31 വരെ 4 വർഷത്തേക്ക് നീട്ടി. കോവിഡ് കാലയളവിൽ സംസ്ഥാനങ്ങൾക്കുണ്ടായ GST വരുമാന നഷ്ടം നികത്താൻ കേന്ദ്രമെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ ഈ പിരിവ് ഉപയോഗിക്കുന്നു. GST യുക്തിസഹമാക്കിയതിനു ശേഷം 5, 18, 40% എന്നിങ്ങനെ 3 നിരക്കുകളുണ്ടെങ്കിലും പുകയിലയും അനുബന്ധ ഉൽപ്പന്നങ്ങളും 28% GSTയും നഷ്ടപരിഹാര സെസ്സും ഉള്ള ഏക വിഭാഗമായി തുടരുന്നു. നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ പുകയിലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ 40% GST നിരക്കിന് പുറമെ അധിക ലെവികളും ചുമത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 12,380 രൂപയിലും പവന് 99,040 രൂപയിലുമാണ് വ്യാപാരം നടന്നത്. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 15 രൂപ കൂടി 10,180 രൂപയായി. അതേസമയം വെള്ളിവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 240 രൂപയിലാണ് വ്യാപാരം നടന്നത്. രാജ്യത്തിന്റെ കടം കുതിക്കുന്നു. ബജറ്റ് ലക്ഷ്യത്തിന്റെ 60% കടന്ന് ധനക്കമ്മി. ലോകം സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോൾ ഇന്ത്യ ഗ്ലോബൽ പവർ ഹൗസായി മാറുമെന്ന് പ്രവചനം. 20 വർഷത്തിനുള്ളിൽ ലോകത്തെ ഏറ്റവും വലിയ ഉപഭോക്തൃ വിപണികളിൽ ഒന്നായി ഇന്ത്യ മാറുമെന്നും EY. വെള്ളിവിലയിൽ ചൈനീസ് പ്രഹരം. നിക്ഷേപകരെ ആശങ്കയിലാക്കി ഷാങ്ഹായ് വിപണിയും പാശ്ചാത്യ വിപണികളും തമ്മിലുള്ള വിലയിൽ വൻ വിടവ്. കേന്ദ്ര സർക്കാരിന്റെ ആശ്വാസ നടപടിക്ക് പിന്നാലെ 5,836 കോടിയുടെ മെഗാ സെറ്റിൽമെന്റ് നടത്തി വോഡഫോൺ ഐഡിയ. വോഡഫോൺ ഗ്രൂപ്പുമായുള്ള കരാർ പുനർനിശ്ചയിച്ചു. ബാങ്ക് ഇടപാടുകളിൽ സുപ്രധാന മാറ്റവുമായി ഒമാൻ. പ്രാദേശിക ബാങ്കുകൾ തമ്മിലുള്ള ട്രാൻസ്ഫറുകൾക്ക് ഫീസ് ഒഴിവാക്കി. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.